ഹലോ ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. അതിഥി വിത്ത് ക്യാമറ. സാധാരണ നമ്മളൊരു ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ തന്നെ ക്യാമറയും കൊണ്ട് എല്ലാ ഇന്റർവ്യൂ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ അതിഥി ക്യാമറയുമായിട്ട് വന്നു. അതിഥിയുടെ ക്യാമറയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. അതിഥിയോട് ചോദിക്കാനുള്ളതും ക്യാമറയെക്കുറിച്ചൊക്കെ തന്നെയാണ്. ഒരുപാട് പേർക്ക് യൂട്യൂബിലൂടെ അറിയാവുന്ന പരമേഷ് AP ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി. പരമേഷിനെ കുറിച്ച് ഇതാരായി പരമേഷ് എന്ന് എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ജല്ലിക്കെട്ട് മലയാളം പരമേഷ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ വരും. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് പരമേഷ് എന്നുള്ളത്. പക്ഷേ ഈ പരമേഷിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് അതിനും കുറേ മുമ്പാണ്. അതായത് ആദ്യം നമുക്ക് വെൽക്കം പരമേഷ്. താങ്ക് യു. ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു വേറൊരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇൻട്രോവേർട്ട്. പക്ഷെ നമ്മൾ കുറെ തവണ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് പക്ഷെ പരമേഷിന് ആ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും ആരാണ് പരമേഷ്? ശരിക്കും പേര് പരമേഷ് എന്നാണോ? അതെ, ശരിക്കും പരമേഷ് AP അതാണ് ഫുൾ നെയിം. എന്ത് ചെയ്യുന്നു പരമേഷ്? ഞാനൊരു ട്രാവൽ ആൻഡ് ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ്, യൂട്യൂബറാണ്. യൂട്യൂബിൽ ക്യാമറ റിവ്യൂസാണ് ചെയ്യുന്നത്. ഒരു 9 വർഷമായിട്ട് എഡിറ്റിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ എഡിറ്റിംഗ് ആണ് മെയിൻ. അതിനുശേഷം ക്യാമറ കൈകാര്യം ചെയ്ത് തുടങ്ങി. ഞാൻ പരമേഷിനെ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് ഈ S24 സിനിമാറ്റിക് വീഡിയോ വന്നപ്പോഴാണ്. നമ്മൾ സാധാരണ ഒരു ഫോൺ ഇപ്പോൾ എന്നോട് ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ക്യാമറ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സജസ്റ്റ് ചെയ്യുക. പക്ഷെ പരമേഷിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ക്യാമറ അല്ല, ഇത് എടുക്കാൻ അറിയാവുന്ന ആളാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഫാക്ടർ എന്ന് അത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും കണ്ട് ഞെട്ടിയത്. ഈ സ്മാർട്ട് ഫോണിലെ പരിപാടി അത് ശരിക്കും ഒരു മൊബൈൽ ഫോൺ റിവ്യൂ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണോ, അതോ ആ ഒരു ഇഷ്ടം കൊണ്ട് നമുക്ക് ഫോണിൽ നോക്കാം, എങ്ങനെയാണ് അതിൽ? ശരിക്കും ക്യാമറ റിവ്യൂവിൽ സ്റ്റാർട്ട് ചെയ്തത് ബ്രോ. ഞാൻ ബ്ലാക്ക് മാജിക് പോക്കറ്റ് 4K ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഒരു 2020 ക്യാമറ വാങ്ങി. ആ ക്യാമറ വെച്ചിട്ടായിരുന്നു വീഡിയോസ് എടുത്തോണ്ടിരുന്നത്. അതിന്റെ റിവ്യൂസും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും അധികം റീച്ച് പോയിട്ടില്ല. ഫോണിലോട്ട് എപ്പോൾ തുടങ്ങിയോ അപ്പോൾ ആളുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഫോണായതുകൊണ്ടും അതിന്റെ ക്യാമറയിൽ എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ആളുകൾ സെർച്ച് ചെയ്യുന്നതുകൊണ്ടും ഫോൺ ഇട്ടപ്പോൾ തൊട്ട് റീച്ച് കിട്ടി തുടങ്ങി. ഇത് 24 Ultra എൻ്റെ പേഴ്സണൽ ഫോണാണ്, എൻ്റെ ചേട്ടൻ വാങ്ങി തന്ന. അപ്പോൾ ഇത് വെച്ചിട്ട് ആദ്യം 2 വീഡിയോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പല ഷോപ്പിലും പോയി, അടുത്ത മിക്ക കടയിൽ ഞാൻ പോയിട്ടുണ്ട് ഫോണിന് വേണ്ടി. ഓക്കെ. അങ്ങനെ ഇത് ചെയ്ത സമയത്ത് കോഴിക്കോട് നിന്നപ്പോഴാണ് ഇത് ചെയ്തത്. അവിടെ വെച്ച് ടെക്യൂല് പോയി. അങ്ങനെ ടെക്യൂന്ന് ഫോൺ ഫിസിക്ക ഫോൺ തന്നു. അവിടുന്ന് പിന്നെ ഓരോ ഫോണുകളായിട്ട് എടുത്ത് തുടങ്ങി. എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ ട്രൈ ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്. ക്യാമറ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മൊത്തം ഫോൺ ക്യാമറ റിവ്യൂ ചെയ്തുകൊണ്ടാണ് യൂട്യൂബിൽ അത്യാവശ്യം ആളുകൾ കാണാൻ തുടങ്ങിയത്, റീച്ച് വരാൻ തുടങ്ങിയത്. സെർച്ച് അങ്ങനെ ആ കീവേഡ്സ് വന്നുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. S24 Ultra സിനിമാറ്റിക് റിവ്യൂ എന്നുള്ള സാധനം. അതായത് ഇപ്പോൾ ക്യാമറ റിവ്യൂസ് ഈ വർഷം ഒരു നവംബറിൽ ZR ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ക്യാമറ പുതിയത് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് ക്യാമറ റിവ്യൂസിലും കൂടെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് അങ്ങനെ ZRന്റെ ഫസ്റ്റ് വീഡിയോ, ഒരു ലോഞ്ച് വീഡിയോ ബാബാസുമായിട്ട് ഒരു കൊളാബിൽ ചെയ്യാൻ പറ്റി. പിന്നെ ക്യാമറയുടെ R6 Mark III ചെയ്തു. പക്ഷെ അവിടെ ക്യാമറ ചെയ്യുമ്പോഴും ഒന്നും അത്ര ഓഡിയൻസ് കിട്ടത്തില്ല. ഫോണിൻ്റെ എപ്പോൾ ചെയ്താലും അത് X300 Pro, വിവോയുടെ ഏത് ചെയ്താലും അത്യാവശ്യം നല്ല സെർച്ച് കിട്ടും. നമ്മൾ ഈ യൂട്യൂബിൽ പൊതുവെ പറയുമ്പോൾ ആൾക്കാർ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഇടുമ്പോഴാണ് നമുക്ക് ആദ്യത്തെ ഒരു റീച്ച് വരിക. നമുക്ക് വലിയ റീച്ച് ആയി കഴിയുമ്പോൾ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാലും കാണാൻ ചിലപ്പോൾ ആളുണ്ടാവും. ഈ ബ്ലാക്ക് മാജിക് ക്യാമറ ഞാൻ ഈ മലയാളത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ആരും അതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഈവൻ ഞാൻ ലൂമിക്സിൻ്റെ S5-2X ഞാൻ പരമേഷിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഈ പ്രമുഖ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ വളരെ അധികം കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ അവരിൽ പലരും പറയുന്നത് നേരെ സോണി, വേറെ ഓപ്ഷൻ ഒന്നുമില്ല എന്നുള്ള. അതിൽ തന്നെ ലൂമിക്സ് യൂസ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈ നൈക്കോണിൻ്റെ ക്യാമറയും ZR വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു ഇത് വന്നത്. ഈ ബ്ലാക്ക് മാജിക് ക്യാമറ അത് ഞാൻ അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല, മലയാളികൾ പ്രത്യേകിച്ച്. എങ്ങനെയാണ് ബ്ലാക്ക് മാജിക്കിൽ വന്നത്? എന്താണ് ക്യാമറയോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ളൊരു ഫസ്റ്റ് കാരണം എന്നൊക്കെ ചോദിച്ചാൽ? ബ്ലാക്ക് മാജിക്കിൽ വന്നത് ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമേജ് ക്വാളിറ്റി കിട്ടുന്ന ഒരു ക്യാമറ വേണമായിരുന്നു. എൻ്റെ ബഡ്ജറ്റ് ഒരു 1.5 lakhs സെറ്റ് ചെയ്യാൻ പറ്റണമായിരുന്നു. സോ ആ ഓപ്ഷൻ ഉള്ളത് കാരണം എൻ്റെ 2 കൂട്ടുകാരുണ്ടായിരുന്നു, വളരെ ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ A7 S3 എടുത്ത ആ സമയത്ത്. അപ്പോൾ S3ക്ക് അന്ന് 3 ലക്ഷം രൂപയായിരുന്നു ബോഡി മാത്രം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരുമ്പോൾ 4 ലക്ഷം രൂപ. കാരണം കാർഡും എല്ലാം ഭയങ്കര കോസ്റ്റ്ലി. കാർഡ് റീഡർ, ബാറ്ററി ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ ബ്ലാക്ക് മാജിക്ക് അന്ന് 1.18 ആയിരുന്നു പ്രൈസ് ബോഡിക്ക്. സോ ഇതിൻ്റെ S3യുടെ സെയിം ക്വാളിറ്റി 4K 60 സെയിം ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇമേജ് ക്വാളിറ്റി വൈസ് സെയിം. സെൻസർ പക്ഷേ APS മറ്റേ മൈക്രോ ഫോർ തേർഡ് സെൻസറാണ്, ഫുൾ ഫ്രെയിം അല്ല, APC അല്ല, അതിനെക്കാട്ടും ചെറിയ സെൻസറാണ്. സോ ആ ഇമേജ് ക്വാളിറ്റിക്ക് വേണ്ടിയ ബ്ലാക്ക് മാജിക്കിന്റെ ചൂസ് ചെയ്തത്. ആ ഒരു പ്രൈസും എല്ലാം കൂടെ നോക്കിയപ്പോൾ ബ്ലാക്ക് മാജിക് ആയിരുന്നു ബെസ്റ്റ്. പിന്നെ
അതിൽ ഓട്ടോ ഫോക്കസ് ഇല്ല, സ്റ്റെബിലൈസേഷൻ ഇല്ല, പിന്നെ ബാറ്ററി ലൈഫ് ഭയങ്കര കുറവാണ്. 25 മിനിറ്റ് ബാറ്ററി നിൽക്കത്തുള്ളൂ. 25 മിനിറ്റ്. അത് കാനോണിന്റെ മറ്റേ LP6 ബാറ്ററി അതാ യൂസ് ചെയ്യുന്നത്. വിമൗണ്ട് ബാറ്ററി ശരിക്കും അതൊരു പ്രൊഡക്ഷൻ ക്യാമറ. നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ഷൻ പരിപാടിയാണ്, ഫോക്കസ് ബോളറൊക്കെ ഉണ്ടെങ്കിൽ കിടിലം സാധനമാണ്. പക്ഷെ അല്ലാതെ ഒരു സോളോ ആയിട്ട് എടുക്കാൻ പറ്റി ഇപ്പം ഞാൻ ആർക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് ബ്ലാക്ക് മാജിക്കിന്റെ മറ്റേ ലൈസൻസ് കിട്ടി, ഡാവിഞ്ചി റിസോൾട്ടിന്റെ ലൈസൻസ് കോഡ് കിട്ടി. സോ അങ്ങനെ കളറിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിച്ചത് ശരിക്കും ആ ക്യാമറയിലെ റോ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. റോയും പ്രോറസും മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. നമുക്ക് MP4 H.264 അങ്ങനത്തെ ഒന്നുമില്ല. സോ റോയിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാം പഠിച്ചത് ആ ക്യാമറ വെച്ചിട്ടാണ്. ഇടയ്ക്കൊരു രാജസ്ഥാൻ, വാരണാസി അവിടെയൊക്കെ ട്രിപ്പ് പോയായിരുന്നു. സോ അതും പോകാൻ പറ്റിയത് ഈ ക്യാമറ കൊണ്ടാണ്. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കാലിഫോർണിയിൽ നിന്ന് ഒരു ടീം, ബ്ലാക്ക് കിഡ്സ് ട്രാവൽ എന്ന് പറയുന്ന ഒരു ടീം ഫെസ്റ്റിവൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നെന്ന് പറഞ്ഞൊരു മെയിൽ അയച്ചു. അപ്പൊ അവര് പറഞ്ഞ് എന്നെ കണ്ടുപിടിച്ചത് യൂട്യൂബില് ബ്ലാക്ക് മാജിക് യൂസേഴ്സ് ഇൻ കേരള എന്ന് നോക്കിയപ്പോൾ അങ്ങനെ അവരുടെ ആ സ്പോൺസർഷിപ്പിൽ അങ്ങനെ വാരണാസിയൊക്കെ പോയി കാണാൻ പറ്റി. അവർക്ക് ജസ്റ്റ് ഫുട്ടേജ് കാണും, അങ്ങനെ ചെയ്ത്. നമ്മളെയും ക്യാമറയും വേണം. അതെ, ഫുട്ടേജ് അവർ കിട്ടും. അതെ, ഫുട്ടേജ് എനിക്ക് എന്റെ രീതിയിൽ യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റി, വാരണാസി എല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റി. അത് ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നും കൂടിയാന്ന് തോന്നുന്നു. അതെ, കുറെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. കോളേജിലും കൂട്ടുകാരെല്ലാം പോയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. കുറച്ചധികം സപ്ലികൾ ഉള്ളതുകൊണ്ട് എനിക്ക് വെക്കേഷൻ ടൈമൊന്നും ഇല്ലായിരുന്നു. വെക്കേഷൻ ടൈമിലായിരിക്കും സപ്ലി എക്സാം എല്ലാം വരുന്നത്. അതുകൊണ്ട് അങ്ങനെ സപ്ലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്? എഞ്ചിനീയറിംഗ്. ഓക്കെ, എന്ത് എഞ്ചിനീയറിംഗ്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ എങ്ങനെയാണ് ക്യാമറ കളറിംഗ് ഒക്കെ പറയുന്ന പരിപാടിയിലേക്ക് എങ്ങനെയാണ് ക്യാമറയിലേക്ക് ഇൻട്രസ്റ്റ് വരുന്നത്? ഏത് പ്രായം തൊട്ടാണ്, എങ്ങനെയാണ്? എനിക്ക് ശരിക്കും ആക്ടിങ് ആയിരുന്നു താല്പര്യം. എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ തൊട്ട് അത് തന്നെ ആഗ്രഹം. അപ്പം കൊച്ചിലെ മുതൽ അച്ഛനും അമ്മയും മോണോ ആക്ട് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ കലോത്സവത്തിന്റെ CD ഒക്കെ മേടിച്ച് അമ്മ പഠിപ്പിച്ചു തരുമായിരുന്നു. അച്ഛൻ പിന്നെ ചെറുതായിട്ട് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോളേജിൽ അച്ഛൻ നാടകമൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ മോണോ ആക്ട് ഒരെണ്ണം എഴുതി പഠിപ്പിച്ച് സ്കൂളിൽ പോയി പെർഫോം ചെയ്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ആക്ടിങ് മൈൻഡിലോട്ട് ഇങ്ങനെ ഫുൾ സെറ്റായ. പിന്നെ ഒരു 10ാം ക്ലാസ് ആയപ്പം എൻ്റെ മാമൻ ഡയറക്ടർ R. ശരത്ത്, അപ്പം മാമൻ ഒരു ചാൻസ് തന്നായിരുന്നു. ബുദ്ധനും ചാപ്പിളിനും ചിരിക്കുന്നു എന്ന് പറയുന്ന സിനിമയില് ഇന്ദ്രൻ സേട്ടന്റെ കുട്ടിക്കാലം അഭിനയിക്കാനായിട്ട്. യൂട്യൂബിലുണ്ടത്. അതിന്റെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു പോർഷനിൽ നടനാണ് നമ്മുടെ. അത് കഴിഞ്ഞ് പിന്നെ +1 +2 ആയപ്പോ മണിരത്നം സാറിന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് എനിക്ക് ആ ഒരു ഫിലിം മേക്കിങ്ങിന് കുറച്ചുകൂടെ ഹൈ കിട്ടുന്ന പോലെ തോന്നി. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം എല്ലാ പടത്തിനും ഒരു പാറ്റേൺ ഉണ്ടല്ലോ. മണിരത്നത്തിന്റെ പടമാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു ആക്ടിങ്ങിനെ കാട്ടിയും ആ ഒരു സാധനം കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നി. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് എഞ്ചിനീയറിംഗ് അതിൽ അമ്മയുടെ പ്ലാൻ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ചെയ്തോ ആ ഒരു ഇതായിരുന്നു. എഞ്ചിനീയർമാരുടെ ഒരു അവസ്ഥ. അങ്ങനെ ചേട്ടൻ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു. അപ്പൊ ചേട്ടൻ IIT-യില്, മദ്രാസ് IIT-യില് ചേട്ടൻ ജോയിൻ ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പൊ അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ എടുക്കാന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. ചേട്ടൻ കയറി, എനിക്ക് എന്തുവാന്ന് പോലും അറിയത്തില്ല, സാധാരണ ആളുകളെ പോലെ തന്നെ. സോ അങ്ങനെ അമ്മ പറഞ്ഞു ചെന്നൈയിൽ തന്നെ പോവാം. അങ്ങനെ SRM-ല് ഒരു 4 വർഷം പഠിച്ചു. പക്ഷെ ആ സമയത്ത് ചെന്നൈ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. അവിടെ ഒരു സർക്കിൾ ഉണ്ടാക്കി ഷോർട്ട് ഫിലിംസിലോട്ട് ഇറങ്ങി. ഒരു 413 സ്റ്റുഡിയോസ് എന്ന് പറയുന്ന ഒരു എന്റെ റൂം നമ്പർ ആയിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ റൂമായിരുന്നു 413. അവിടെ വെച്ച് ഫസ്റ്റ് ഷോർട്ട് ഫിലിം എടുത്തു. അങ്ങനെ 413 സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് അല്ല, ഇപ്പം ആക്റ്റീവ് ഒന്നും അല്ല, ഒരു 2 വർഷമായിട്ട് ആക്റ്റീവ് അല്ല. അതിനകത്ത് ഷോർട്ട് ഫിലിംസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നതനുസരിച്ച് സപ്ലികളുടെ എണ്ണം കൂടി, സ്വാഭാവികം. പിന്നെ ആ സമയത്ത് മറ്റേ ചെന്നൈ ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് അതിനകത്ത് ആര് എഡിറ്റിങ്ങിനെ പറ്റി ചോദിച്ചാലും ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വർക്ക് ചെയ്യലുണ്ടായിരുന്നു. അങ്ങനെ എഡിറ്റിംഗ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആക്കി. കാരണം ഫിലിമിന്റെ ഒരു അടിത്തറ എഡിറ്റിംഗ് ആണെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാടില്. അല്ല, നമ്മൾ എങ്ങനെ എന്ത് ഫുട്ടേജ് കൊണ്ട് കൊടുത്താലും അത് എൻഡ് ഓഫ് ദി ഡേ എഡിറ്റർ. സോ അങ്ങനെ എഡിറ്റിംഗ് കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് മറ്റേ സാം കോൾഡർ, പീറ്റർ മെക്കിനൻ അവരുടെയൊക്കെ ട്രാവൽ വീഡിയോസും അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ട്രാവൽ ഫിലിമിൽ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ആ സമയത്തായിരുന്നു 1300D അമ്മ ചെന്നൈയിൽ ഒരിക്കൽ അമ്മ അച്ഛനോടെ കാണാൻ വന്നപ്പോൾ 1300D വാങ്ങി തന്നു. ഇത്രയും സപ്ലി ഉണ്ടായിട്ട്? അതെ, അത് പക്ഷേ ഫസ്റ്റ് ഇയർ വാങ്ങി തന്നെ. അത് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ശരിക്കും ആ ക്യാമറ ഫോട്ടോഗ്രാഫി എന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പം അത് വെച്ച് ഞാൻ സ്ട്രീറ്റ്സിൽ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. സോ റാൻഡം ആയിട്ട് ഷോർട്സ് എടുക്കും. പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് എനിക്ക് അത് തന്നെയാണെന്ന് തോന്നി. നമ്മൾ റാൻഡം ആയിട്ട് ഇപ്പോൾ ചാല മാർക്കറ്റിലൊക്കെ പോയി ക്യാമറ വെച്ച് യൂസ് ചെയ്ത് ആ ഒരു സെറ്റപ്പ്. സോ അത് എന്നിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ ആ ഒരു പരിപാടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അത് ചെയ്ത് ലാസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങി എല്ലാം ക്ലോസ് ചെയ്തോട്ടോ, എല്ലാം സപ്ലൈ ഒക്കെ എഴുതി തീർച്ചയായിട്ടും. സോ അത് കഴിഞ്ഞ് പുതിയൊരു ക്യാമറ മേടിക്കണം എന്ന് ആ സമയത്തായിരുന്നു തീരുമാനിച്ചത്. ഇനി ട്രാവൽ വീഡിയോസ് യൂട്യൂബ് ഫോക്കസ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. വീട്ടുകാരപ്പം യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് ഫോക്കസ് ചെയ്ത് ഇറങ്ങുമ്പോൾ അല്ല എന്നുവെച്ചാൽ കുഞ്ഞിലെ മുതലേ സപ്പോർട്ടായിരുന്നു, ഫിലിം എല്ലാം സപ്പോർട്ടായിരുന്നു. പക്ഷേ ഒരു 8ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു സപ്പോർട്ട് കുറഞ്ഞു ശരിക്കും. പിന്നെ പഠിത്തത്തിലോട്ട് പോകണം, കാരണം ചേട്ടൻ നല്ലപോലെ പഠിക്കുന്നുണ്ട്, ചേട്ടൻ നല്ല ഒരു എക്സാം എല്ലാം നല്ല റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾ ഇന്ത്യ 700 ഒക്കെ ആയിരുന്നു IIT, കീമിലും 13th റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ ഞാൻ ഈ സൈഡ് ഭയങ്കര ഉഴപ്പി നടക്കുമായിരുന്നു. സോ വീട്ടുകാർ ആ സമയത്ത് ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഫിലിമിലേക്കുള്ള സപ്പോർട്ടൊക്കെ കുറഞ്ഞായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെയും ഓക്കെ ആയിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എല്ലാം അവരും പറഞ്ഞത് അതാണല്ലോ, നീ ആദ്യം ഡിഗ്രി എടുക്കും, അത് അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പം പിന്നെയും അമ്മയടുത്ത് ഞാൻ കുറേ അപ്ഡേറ്റ് ബുദ്ധിമുട്ടിച്ച് ലാസ്റ്റ് ബ്ലാക്ക് മാജിക്കിൽ എത്തിച്ചു. ബ്ലാക്ക് മാജിക് മേടിച്ചു തരാൻ സമ്മതിച്ചു. അങ്ങനെ ക്യാമറ എടുത്ത് പിന്നെ ട്രാവൽ വീഡിയോസ് അത് വെച്ചിട്ട് എടുക്കാൻ തുടങ്ങി. പക്ഷെ അതും യൂട്യൂബിൽ അങ്ങോട്ട് വർക്കായില്ല, ആൾക്കൊന്നും അത് വലിയ താല്പര്യമില്ല, കാരണം സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. പറയുന്ന ടൈം എന്ന് പറയുന്നത് ലോക്ക്ഡൌണിന് മുമ്പാണ്. ലോക്ക്ഡൌൺ ടൈമാ ഞാൻ ക്യാമറ ബ്ലാക്ക് മാജിക് എടുക്കുന്ന ലോക്ക്ഡൌൺ ടൈമില്ല. ആ സമയത്ത് ക്യാമറ കിട്ടിയില്ല. അങ്ങനെ ഒരു 8 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്ത് ബ്ലാക്ക് മാജിക് ഒക്കെ കിട്ടാനായിട്ട്. സോ അത് വെച്ചിട്ട് അത്യാവശ്യം പിന്നെ ഒരു തെയ്യത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എക്സ്പീരിയൻസ് തെയ്യം എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു ഫസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ചാനലിലും മൊത്തത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയത് ആ ഒരു വീഡിയോ ആയിരുന്നു. അത് ഞാൻ ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിൽ മീഡിയ വില്ലേജിൽ ഫിലിം ആൻഡ് ടെലിവിഷനിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു. സോ അവിടുന്ന് കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയായിരുന്നു, എഡിറ്റിങ്ങിലും റൈറ്റിങ്ങിലും ഒക്കെ. അങ്ങനെ അതൊക്കെ വെച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ഈ ബ്ലാക്ക് മാജിക് ക്യാമറയും കൊണ്ട് നടക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടുകൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ബാറ്ററിയുടെ കാര്യം, ഫോക്കസ് പ്രശ്നങ്ങൾ, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തത്? അത് കാരണം എനിക്ക് വേറെ ക്യാമറാസ് യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പിടിയില്ല. ആ ഒരു സൈഡ് എനിക്ക് ഒരു ഐഡിയ എളുപ്പമുള്ള സാധനം ഉണ്ടെന്നുള്ളത് അറിയില്ല. അതാ മെയിനായിട്ട് അതായിരുന്നു. പിന്നെ അത് അറിഞ്ഞത് ശരിക്കും ഞാൻ കോഴിക്കോട് ജോലിക്ക് കയറിയപ്പോഴായിരുന്നു. ഫസ്റ്റ് ജോലിക്ക് കയറിയപ്പോൾ അവിടെ FX3 A7S3 ആയിരുന്നു ക്യാമറ. സോ അങ്ങനെ ആ ഒരു FX3 ടോപ്പ് ഓഫ് ദ ലൈറ്റ് സാധനമാണല്ലോ, അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓട്ടോ ഫോക്കസും ബാറ്ററി ലൈഫും സ്റ്റെബിലൈസേഷനും ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ഫ്രെയിമിങ്ങിലും കോമ്പോസിഷനിലും ഒക്കെ വർക്ക് ചെയ്യാം. മറ്റേത് മൈൻഡിൽ എപ്പോഴും ഈ ഒരു സാധനമായിരിക്കും, ഫോക്കസ് കിട്ടുമോ ആ ഒരു സാധനമായിരിക്കും. പക്ഷെ അതുകൊണ്ട് എല്ലാം പഠിക്കാൻ പറ്റി കുറെ. ഇപ്പം അഥവാ ഓട്ടോ ഫോക്കസ് വർക്ക് ആയില്ലെങ്കിൽ മാനുവൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിട്ട് യൂസ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് മറ്റേ മാനുവൽ ഗിയർ ഇടുന്ന കാർ ഓടിച്ച് പരിചയമുള്ളവന് ഓട്ടോമാറ്റിക് ഇടുമ്പോഴുള്ള കംഫർട്ട്. ഓക്കെ. അപ്പം ഈ സിനിമാ മോഹം ഇപ്പം എന്താണ് അവസ്ഥ, അല്ലെങ്കിൽ ട്രാവൽ പരിപാടികൾ എങ്ങനെ പോകുന്നു? എനിക്ക് ശരിക്കും ഹൈ കിട്ടുന്നത് ശരിക്കും ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യുമ്പോഴാണ്. കാരണം കുറച്ചുകൂടെ അതൊരു ഒറ്റത്തവണ ഹാപ്പൻ ചെയ്യുന്ന ഒരു സംഭവം ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഹൈ കിട്ടി തുടങ്ങി. അങ്ങനെ ആ ഡോക്യുമെന്ററീസിലോട്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് വരുമ്പോൾ ആൾക്കാരെപ്പോഴും ഈ ഏറ്റവും നല്ല ഫോൺ വാങ്ങിച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്കാണ് പോകുന്നത്. പരമേശ്വരൻ എങ്ങനെയാണ് ഈ ഫോണിൻ്റെ ക്യാമറയിൽ, എൻ്റെ സിമ്പിൾ ചോദ്യം എങ്ങനെ നിങ്ങൾക്ക് ഫോണിൻ്റെ ക്യാമറയിൽ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്? എനിക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ 13 ഉണ്ടായിരുന്ന സമയത്ത് 13 Pro ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 15 എടുത്തു, S23, 4, 5 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ Vivo X300 വരെ. പക്ഷെ പരമേശ്വരൻ എടുക്കുന്ന കാണുമ്പോൾ മാത്രം അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മൾ മറ്റേ കടയിൽ പലഹാരം ഇരിക്കുന്ന കാണുന്ന പോലെ, പലഹാരം മേടിച്ച് എൻ്റെ കയ്യിൽ വെക്കുമ്പോൾ അത് വെറും പലഹാരം, പക്ഷെ കണ്ണാടി കൂട്ടിലിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഫ്രെയിമിങ്, കോമ്പോസിഷൻ കാര്യങ്ങളാണ് മെയിനായിട്ട്. അത് തന്നെ ഇമേജ് ക്വാളിറ്റി ഒക്കെ സെക്കൻഡറി സാധനങ്ങളാണ്. ഫസ്റ്റ് എന്തായാലും നമ്മൾ നല്ലപോലെ ഫ്രെയിം ചെയ്ത് കമ്പോസ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആളുകൾ അതിലേ കൂടുതൽ ശ്രദ്ധിക്കത്തുള്ളൂ. ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് പിന്നെ കൂടുതൽ ആൾക്കാരും ഫോണിലാണല്ലോ കാണുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് മെയിനായിട്ട്. ഈ എല്ലാവരും സോണിയുടെ ക്യാമറയിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാനും സോണിയുടെ ക്യാമറയുടെ ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ ഞാൻ അതിൻ്റെ ഫാനാണ്. എൻ്റെ കയ്യിൽ ആദ്യത്തെ ക്യാമറ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ A6000 ആണ്. അത് കഴിഞ്ഞിട്ട് ഫിജിയുടെ XT200 എടുത്തു. 15 മിനിറ്റ് 4K കഴിയുമ്പോൾ അത് ഓഫായി പോകും, ഓവർ ഹീറ്റ്, ഓട്ടോ ഫോക്കസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ZV-10 എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 3 ക്യാമറ വാങ്ങിച്ചു, 3ഉം ZV-10 തന്നെ വാങ്ങിച്ചു. ഒരു ക്യാമറ കംപ്ലൈൻറ്റോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അടുത്ത വാങ്ങിക്കുമ്പോൾ എനിക്ക് അത് മതി, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നമ്മൾ ഓൺലൈനിൽ ക്യാമറകളൊക്കെ നോക്കി തുടങ്ങുമ്പോൾ ഈ ക്യാനണും സോണിയും മാത്രം ഫ്രണ്ടിൽ. ഞാനും പീറ്റർ മെക്കനൻ ഫാനായിരുന്നു. അപ്പം ഈ
R6 Mark II എടുക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ എവിടെയും ഈ നൈക്കോൺ എന്ന് പറയുന്ന കമ്പനി അവര് Z5 Mark II ഒക്കെ ഇറങ്ങുന്ന സമയത്തും ഇത് അറിയുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് നൈക്കോൺ ഒരു തോന്നൽ വന്നിട്ടില്ല. ഈ ബാക്കി ക്യാമറകൾ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മറ്റ് കമ്പനികളിലേക്കൊക്കെ പോകുന്നത്? ഇപ്പം ZR എടുക്കുന്ന സമയത്തും പരമേശ്വരൻ വേണമെങ്കിൽ എനിക്കൊന്ന് ഈ പ്രൈസിന് തന്നെ നമുക്ക് ZV-E1 ഉണ്ട്, വേണമെങ്കിൽ FX30 ഉണ്ട് ഒരു ഫിൽം മേക്കർ പെർസ്പെക്റ്റീവിൽ. അപ്പം എന്തുകൊണ്ടാണ് നൈക്കോണിന്റെ ക്യാമറ അല്ലെങ്കിൽ മറ്റ് കമ്പനികളുടെ ക്യാമറകളൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഈ ZR എടുത്ത സമയത്ത് ശരിക്കും ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഫുൾ ഫ്രെയിം ക്യാമറസ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ZV-E1 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. അത് ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തതായിരുന്നു. കാരണം FX3 യൂസ് ചെയ്ത് പരിചയമുണ്ട്. FX3യുടെ സെയിം സെൻസർ വരുന്നത് ZV-E1. അതിൽ 4K 120 ക്രോപ്പ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാനും പറ്റും. പക്ഷേ ഒറ്റ പ്രശ്നം, ഓവർ ഹീറ്റ് ആവാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് റിവ്യൂസിൽ ഞാൻ കണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ വെയിലത്ത് എന്തായാലും ചൂടാവും. സോ അതായിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ കുഴപ്പമില്ല, ആ ബഡ്ജറ്റിന് എനിക്ക് സെറ്റാക്കാൻ പറ്റുന്ന ആ ഒരു ക്യാമറയാണെന്ന് തോന്നി. അങ്ങനെ ഇത് അച്ഛൻ്റെ പെൻഷൻ കാശായി ബോഡി, ബാക്കി ലെൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വയ്യ. അപ്പോൾ ZR ആ സമയത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ നിക്കോണെ പറ്റി കേട്ടിട്ട് പോയില്ല. കാരണം നിക്കോണിന്റെ മാർക്കറ്റിംഗ് ഭയങ്കര പൂവറായിരുന്നു ആ സമയത്ത്. ZR ഇറങ്ങിയപ്പോൾ തൊട്ടാണ് അവര് മിറർലെസ് ക്ലച്ച് പിടിച്ചതിന് ശേഷം നൈക്കോൺ സീനിലില്ല. അതെ 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 അതെ. നിക്കോൺ ചിന്തിച്ചിട്ട് പോലും ഇല്ല നിക്കോൺ ക്യാമറ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. സോ ആ സമയത്ത് ZR ഇറങ്ങിയപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പ്രൈസിനായിരിക്കും ഇത് ഇറങ്ങാൻ പോകുന്നത്. കാരണം റെഡ് റോ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ച് ഇത് തന്നെ സാധനം. കാരണം അപ്പോഴും എനിക്ക് ഡൗട്ട്, ഓട്ടോ ഫോക്കസിന്റെ കാര്യം ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു ക്യാമറാസിലും ഇത്ര നല്ല വീഡിയോയിൽ ഇത്ര നല്ല കണ്ടിന്യൂസ് ഓട്ടോ ഫോക്കസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Z6 Mark III ആയാലും സെയിം സെൻസറാ, പക്ഷെ അതിനകത്തും വീഡിയോയുടെ ഓട്ടോ ഫോക്കസിന് എന്തോ ഒരു ഇത്രയും നല്ലതല്ല, ഇത്രയും ട്രസ്റ്റബിൾ അല്ല. സോ അങ്ങനെ ZR-ലോട്ട് എത്തുന്നത്. പിന്നെ എനിക്ക് കൂടുതൽ ഈ ഔട്ട്ഡോർ ഷൂട്ടും വെയിലത്തുള്ള പണിയായതുകൊണ്ട് ഓവർ ഹീറ്റ് ആവുന്നുള്ള സാധനമുണ്ട്. അപ്പം 4K 60 ഫുൾ ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ പറ്റണം. ഞാൻ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് 4K 60 ഓക്കെ. ഇതിനകത്ത് ഇപ്പം 4K 60 ഫുൾ ഫ്രെയിം ആണെങ്കിൽ ഫുൾ ഫ്രെയിം ഷൂട്ട് ചെയ്യാം, APS ആണെങ്കിൽ APS ഷൂട്ട് ചെയ്യാം. പക്ഷേ ZV-E1 അത് പറ്റത്തില്ല. 10MP സെൻസർ ആയതുകൊണ്ട് ഫുൾ ഫ്രെയിം മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ 1080p 60 ആക്കണം. സോ 4K 60 ഫുൾ ഫ്രെയിം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ അങ്ങനെ നോക്കിയിട്ടാണ് ZR-ൽ എത്തുന്നത്. പിന്നെ ബാക്കി ഡിസ്പ്ലേ, ഇതിന്റെ ഓഡിയോ. സോ ആ ഓഡിയോ ഭയങ്കര യൂസ്ഫുൾ ആവും. നമുക്ക് ഗെയിൻ ഒന്നും സെറ്റ് ചെയ്യണ്ട. ബേസിക്കലി ഗെയിൻ സെറ്റ് ചെയ്യാതെ നമുക്ക് റാൻഡമായിട്ട് ഷൂട്ട് ചെയ്യാം. അഥവാ പീക്ക് ആയാലും നമുക്ക് എഡിറ്റിൽ പിടിക്കാൻ പറ്റും. ജസ്റ്റ് വോളിയം ഡൗൺ ചെയ്താൽ 32 ബിറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്ന സംഭവം. അത് ഇപ്പം ഈ അച്ഛൻ്റെ പെൻഷൻ ക്യാഷ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ക്യാമറകൾ ഇപ്പം മൊബൈൽ ഫോണിൽ നമ്മൾ അവിടെ ചെന്ന് ഇതാകുന്നു. മറ്റ് ക്യാമറകളിൽ എങ്ങനെയാണ് ഇപ്പം റിവ്യൂ യൂണിറ്റ് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് കിട്ടാത്തതുണ്ടാവും. ഈ പറയുന്ന ഈ ഇഷ്ടമുള്ളത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കുക എന്ന് പറയുന്ന ആ ഒരു മടിയും ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കിട്ടുന്ന ക്യാഷും കടം വാങ്ങിച്ചും ഒക്കെ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കുക ചെയ്യാം. പരമേഷ് എന്താ ചെയ്യുക ഗാഡ്ജറ്റ്സിനോടും ഈ ക്യാമറയോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട്? ഞാൻ ഫുൾ EMI-ലാണ് ഓടുന്നത്. കാരണം ഫുള്ള് കിട്ടുന്ന പൈസ മൊത്തം ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലെൻസിലും. അങ്ങനെ ഓരോ ഇതിനകത്ത് തന്നെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ്. എൻ്റെ പൈസ എല്ലാം ഇതിനകത്ത് തന്നെ. കാരണം വീട്ടിലേക്ക് ഞാൻ കൊടുക്കേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. പിന്നെ ക്യാമറ കിട്ടുന്നത്, അല്ല റിവ്യൂ ചെയ്യാൻ കിട്ടുന്നത് ഫോണായിരുന്നു എനിക്ക് ശരിക്കും ടാസ്ക് ഉണ്ടായിരുന്നു. ഫോൺ കിട്ടാനായിരുന്നു പാട്. അതിന് ഞാൻ എനിക്കൊന്ന് ട്രിവാൻഡ്രത്തെ മിക്ക കടയിലും പോയി ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ തരാൻ ബുദ്ധിമുട്ടായിരുന്നു മിക്കവാറും. കാരണം ഇവരെന്ത് വിശ്വസിച്ച് കൊടുക്കുക എന്നുള്ള സാധനം അത് ഇതാണ്. നമ്മൾ ചോദിക്കുന്ന പ്രീമിയം ഫോണാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഫോൺ കിട്ടാനായിരുന്നു ഏറ്റവും പാട്. അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ നടന്നിട്ടുള്ളത്. അങ്ങനെ മിന്നൂസ് മൊബൈൽസിലെ റാഫി ചേട്ടന് ആദ്യമായിട്ട് S23 Ultra തരുന്നത്. അന്നും ഇതുപോലെ ചെക്കൊക്കെ കൊടുത്ത് ഫോണിന്റെ പൈസയുടെ ചെക്ക് കൊടുത്തിട്ടാ ഫോൺ എടുക്കുന്നത്. എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ചെക്ക് തിരിച്ചത്. അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ ക്യാമറ കിട്ടാൻ അത്ര പാടില്ലായിരുന്നു. കാരണം ബാബാസിൽ നവനീതുമായിട്ട് അത്യാവശ്യം കോണ്ടാക്ട് ആയിരുന്നു. ഞാൻ ബ്ലാക്ക് മാജിക് എടുത്തതും അവിടുന്ന് ബാബാസിൽ നിന്ന്. അപ്പം അവിടെ നേരത്തെ തൊട്ടേ പരിചയമുള്ളതുകൊണ്ട് നവനീതായിരുന്നു ഇത് എല്ലാം ഒന്ന് സെറ്റാക്കി തന്നെ. ഈ നിക്കോണിന്റെ ZR ലോഞ്ച് ആവുന്നുണ്ട്, അതിന്റെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ചോദിച്ചത് നവനീതായിരുന്നു. സോ ബാക്കി ഇപ്പൊ R6 Mark III അതെല്ലാം ബാബാസ് ത്രൂ കൊളാബറേഷൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ക്യാമറയുടെ കാര്യത്തിൽ വലിയൊരു ടെൻഷൻ. പിന്നെ ചില ക്യാമറസ് ഉണ്ട്. ഇപ്പൊ ZV-10 Mark II അതെനിക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ക്യാമറ. 1 lakhനകത്ത് ഒരു ബെസ്റ്റ് ക്യാമറ ആര് ചോദിച്ചാലും എനിക്ക് അത് ഞാൻ റിവ്യൂസ് നോക്കിയപ്പോൾ എനിക്ക് അതാ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് കുറെ നാളുകൊണ്ട് തപ്പുന്നുണ്ട്. അത് ഡെമോ കിട്ടാനില്ല. ഇങ്ങനെ അത് നോക്കത്തുണ്ട്. ആ ക്യാമറ ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ലോങ്
നമുക്ക് ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യണം, ഓവർ ഹീറ്റ് വരരുത്. അപ്പോൾ ഞാൻ പരമേശ്വരൻ അടുത്ത് ചോദിച്ചപ്പോഴും ZR തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാനിങ്ങനെ ഫാൻ ഉള്ളത് നോക്കി വന്നപ്പോഴാണ് ഞാൻ ലൂമിക്സിന്റെ S5-2Xന്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട് പരമേഷ് S9 ഇട്ടിട്ടുള്ളൂ. ഈ ഇത്രയും ഇപ്പൊ അച്ഛൻ്റെ പെൻഷൻ ക്യാഷ്, നമ്മുടെ EMI, ലൈഫിലെ ഇതുവരെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഇട്ടിട്ടാണ് നിങ്ങൾ നേരെ ജല്ലിക്കെട്ടിന് പോകുന്നത്. ജല്ലിക്കെട്ട് അൺപ്രഡിക്റ്റബിൾ പരിപാടിയാണ്. അതായത് ക്യാമറ എന്നല്ല, ജീവന്റെ കാര്യത്തിൽ തന്നെ ഭയങ്കര റിസ്ക് ഉള്ള ഒരു സ്ഥലം. ഇത്രയും ആൾക്കൂട്ടം, ആര് വേണമെങ്കിലും ഇത് അടിച്ചോണ്ട് പോവാം. കാളയോട് പോത്തിനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ആ റിസ്ക് എങ്ങനെ എടുത്തത്, അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ റിസ്ക് എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് ചെയ്ത ഡോക്യുമെന്ററി ആയാലും എലിമിനേഷൻ ഫോർ സർവൈവൽ എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ചെയ്തായിരുന്നു. അതൊരു നമ്മുടെ കേരളത്തിലെ കാട്ടുപന്നികളെ കൊല്ലാൻ ഗവൺമെന്റ് ഓർഡർ ഇട്ടായിരുന്നു. സോ അത് ബേസ് ചെയ്തൊരു ഡോക്യുമെന്ററി ചെയ്ത്. അപ്പം അതിനകത്ത് ഇതിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന കൗശികേട്ടന്റെ പെർസ്പെക്റ്റീവിൽ ആ ഡോക്യുമെന്ററി പോയേക്കുന്നത്. സോ അന്നും രാത്രി 2 മണിക്ക് 3 മണിക്ക് റബ്ബർ എസ്റ്റേറ്റിലൊക്കെ നമ്മൾ പന്നിയെ ഷൂട്ട് ചെയ്യാൻ ചേട്ടൻ പോകുമ്പോൾ കൂടെ ക്യാമറ കൊണ്ട് പോകുമായിരുന്നു. സോ ജല്ലിക്കെട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് പോയി ഷൂട്ട് ചെയ്യാന്ന്, കുവൈറ്റിലുള്ള ഫ്രണ്ട് അഭിഷേക്. അപ്പോൾ അവൻ പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ച് എന്തായാലും പോവാന്ന്. പക്ഷെ അവന് വരാൻ പറ്റിയില്ല. അങ്ങനെ അവന് ലീവ് കിട്ടിയില്ല. അങ്ങനെ ഞാനും ഹരിയും കൂടെ ജല്ലിക്കെട്ടിന് പോയി. ക്യാമറ കയ്യിലുണ്ട്, പിന്നെ ലെൻസ്. ജല്ലിക്കെട്ട് ഞാൻ ഒരിക്കൽ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് ശരിക്കും, കോഴിക്കോട് വെച്ചിട്ട്. ഞങ്ങൾക്ക് കോഴിക്കോടല്ല, കോയമ്പത്തൂർ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൊങ്കലിന്റെ ഒരു റീല് ചെയ്യാനായിട്ട് ജല്ലിക്കെട്ടിന്റെ കുറച്ച് ഷോർട്സ് ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആ സമയത്ത് അവിടെ കമ്പനിയിലെ ബോസ് ജിനാസ് സാർ, സോ സാറ് ഞാനും കൂടെ ഇവിടെ പോയായിരുന്നു, പാലമേട്, മധുരൈ പാലമേട് പോയി ഷൂട്ട് ചെയ്ത. പക്ഷേ അത് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ട് കിട്ടി, ആ റീലിന് ആവശ്യമുള്ള ഷോട്ട് കിട്ടി. പക്ഷെ അന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഒരു 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇത് ഷൂട്ട് ചെയ്തില്ല. ഓഫീസിന്റെ ടൈമും അങ്ങനത്തെ ഓഫീസിന്റെ വർക്കായിട്ട് വന്നതുകൊണ്ട് എനിക്ക് പിന്നെ കൂടുതൽ ചോദിക്കാൻ പറ്റില്ല, നമുക്ക് 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോയാലോ. സോ ആ ഒരു സാധനം മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും ഇത് ഷൂട്ട് ചെയ്യാൻ ഇപ്പം വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചത് ഷൂട്ട് ചെയ്ത് ഇപ്പം എന്തായാലും ചെയ്യാം. മറ്റേ അളങ്കാനെല്ലൂർ ജല്ലിക്കെട്ട്, അങ്ങനത്തെ സ്റ്റേഡിയത്തിലുള്ള ജല്ലിക്കെട്ടുകളൊന്നും പ്രശ്നമില്ല, നമുക്ക് ഷൂട്ട് ചെയ്യാൻ സേഫാ. നമുക്ക് ഒരു ഗാലറിയിലായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. പക്ഷെ മറ്റേ ജല്ലിക്കെട്ട്, ഈ ഗ്രൗണ്ടിലെ പരിപാടി, അത് കുറച്ച് റിസ്ക്കാ. കാള ഓടിക്കാൻ വരും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് എൻജോയ് ചെയ്തായിരുന്നു, ആ പ്രോസസ്സ് ശരിക്കും എൻജോയ് ചെയ്തത്. ഞാനും ആ സമയത്ത് ആലോചിച്ചു, ഇത് കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം താഴെ വീണ് ആരെങ്കിലും എടുത്തോട്ട് ഓടിയാൽ നമുക്ക് ഇതിന് ടാഗ് ഓപ്ഷൻ പോലും ഇല്ല, തപ്പിയെടുക്കാൻ പറ്റില്ല, തീർന്നു. അപ്പൊ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്യാമറ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പോക്ക് പോകുമ്പോൾ അതൊരു റിസ്ക് ഫാക്ടർ. പിന്നെ ആൾക്കാർ ഭയങ്കര നൈസായിരുന്നു കേട്ടോ. മധുരയിലെ ആൾക്കാർ കാരണം ഭയങ്കര ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. ചെന്നൈയിലുള്ള പോലത്തെ കുറച്ച് ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നുമല്ല, ഭയങ്കര സാധാരണ ആൾക്കാരായിരുന്നു ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ. അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു, നമ്മുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഇത് അങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് വന്നാലും അവര് നമ്മളെ പെട്ടെന്ന് വണ്ടിയിൽ കയറ്റാനും അങ്ങനെയൊക്കെ ഫുൾ നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ മറ്റേ പീക്ക് ഡിസൈൻ്റെ സ്ട്രാപ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ലൊരു സ്ട്രാപ്പൊക്കെ ഉണ്ടെങ്കിൽ സേഫാ, ക്യാമറ അങ്ങനെ പോകില്ല. ഓക്കെ, ഇതുവരെ ഇപ്പം നമ്മൾ വിഷ്വലി ഞങ്ങൾക്ക് കാണാൻ ഏറ്റവും രസമായിട്ട് ചാനലിൽ കാണുന്നത് എനിക്കൊന്നും ജല്ലിക്കെട്ട് തന്നെയാണ്. പോയിട്ടുള്ളതിൽ ഈ ക്യാമറയുടെ പുറകിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഹൈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് ഏതായിരിക്കും? അത് എനിക്ക് തോന്നുന്നു കണ്ടനാർക്കേളൻ ഷൂട്ട് ചെയ്ത ടൈം ഭയങ്കര ഒരു അരമണിക്കൂറേ ഉണ്ടായിരുന്നെങ്കിലും ഞാനും ജെയ്യും ഞങ്ങൾ രണ്ട് ബ്ലാക്ക് മാജിക് ആയിരുന്നു അന്ന്. അപ്പോൾ രണ്ടുപേരും പല പല സ്ഥലത്തായിട്ട് നിന്ന് ഒരു ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ കയറിയുന്നത്, ലാസ്റ്റ് കണ്ടനാർക്കേളൻ തീയിലർ അങ്ങനെ റൗണ്ട് അടിക്കുന്ന മൊമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ, തെയ്യത്തിന്റെ. അപ്പോൾ അത് ശരിക്കും മൈൻഡിൽ നിൽക്കുന്ന ഒരു ഷൂട്ടായിരുന്നു. പെട്ടെന്ന് ഒരു സെക്കൻഡ് ഡിലേ ആയി കഴിഞ്ഞാൽ ആ മൊമെന്റ് പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. പല പല ആംഗിളും വേണം, കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരണമെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഈ ഐഗിരി നന്ദിനി സോങ് ഇട്ടിട്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പം ഒരുപാട് ബീറ്റ് ഉണ്ട്. സോ അതിനനുസരിച്ച് കട്ട് ചെയ്യാനുള്ള സാധനം വേണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പല പല ലൊക്കേഷനിൽ നിന്ന് മീൻസ് ചെറിയൊരു സ്ഥലത്താണ് നടക്കുന്നത്, ഇത്രയും ആൾക്കാരും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് ഷൂട്ട് ചെയ്ത ആ ഒരു മൊമെന്റ് ഭയങ്കര ഹൈ കിട്ടിയൊരു മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ക്യാമറ റിവ്യൂലേക്ക് വരികയാണെങ്കിൽ ഈ ZR യൂസ് ചെയ്തിട്ട് ഇതുവരെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ക്യാമറ എന്ത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പരമേഷിന്റെ വീഡിയോ ആണെന്ന് പറയാം. എന്തൊക്കെയാണ് പരമേഷ് ഇത്രയും ഇപ്പോൾ ഓട്ടോ ഫോക്കസ് ഒന്നും ഇല്ലാതിരുന്ന ഒരു ക്യാമറയിൽ നിന്ന് ഇത്രയും ക്യാമറാസിലൂടെ ട്രാവൽ ചെയ്ത് വന്ന് ZR-ൽ നിൽക്കുമ്പോൾ ZR-ൽ കണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ? ZR-ൽ പ്രശ്നങ്ങൾ എന്നുവെച്ചാൽ പരമേഷിന് തോന്നിയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് അത്ര മനസ്സിലായി. പെട്ടെന്നൊന്നും കിട്ടുന്നില്ല, പക്ഷേ അത്രയും ഗംഭീരമല്ല. കാരണം എനിക്ക് എന്നുവെച്ചാൽ ഒരു പെർഫെക്റ്റ് ക്യാമറ എന്ന് പറയുന്നൊരു നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള സാധനമാണല്ലോ. അപ്പൊ എനിക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്നൊരു സാധനം ആയിരിക്കത്തില്ല ഇപ്പം ബ്രോ. അതുകൊണ്ടല്ലേ ഞാൻ ZR പറഞ്ഞിട്ട് ബ്രോ S5. സോ അതാ ഇപ്പം ഇതിനകത്ത് ഇപ്പോൾ 4:10 ബിറ്റിൽ എടുക്കാൻ പറ്റും H.265. പക്ഷെ ഇതിനകത്ത് പറ്റത്തില്ല. 4:0 H.264 H.265 എടുക്കുന്നത്. അപ്പൊ അത് കളറിങ്ങിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും ഹൈലൈറ്റ്സ് പിടിക്കുമ്പോഴൊക്കെ ചെറിയ ഇത് വരും.
സോ അങ്ങനത്തെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ. കുറച്ച് ഹൈലൈറ്റ്സ് കൂടി പോയി കഴിഞ്ഞാൽ 4:2 ആണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഹരീഷ് ഏട്ടന് ഞാൻ ഇത് സജസ്റ്റ് ചെയ്തായിരുന്നു ZR. അപ്പോൾ ആ സമയത്ത് ഹരീഷ് ഏട്ടൻ ZV-1 എടുത്തത്. ZV-1 ആ ഒരു ക്വാളിറ്റി, ഇമേജ് ക്വാളിറ്റി ഭയങ്കര ഷാർപ്പാണ്. സോ അതുകൊണ്ട് ഹരീഷ് ഏട്ടൻ അതിനകത്ത് പോയി. പിന്നെ 4K 120 ക്രോപ്പ് ഇല്ലാണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്, പ്രിഫറൻസ് ആണ്. എനിക്കിതിൽ അങ്ങനെ പെട്ടെന്ന് പറയാനായിട്ട് ഒരു നെഗറ്റീവ് കിട്ടുന്നില്ല. ഓക്കെ. നമ്മൾ വീഡിയോ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു യൂട്യൂബറാണ്, എഡിറ്റർ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവിൽ എന്നെ പറയാൻ ആയിട്ടില്ല. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ബേസിക് കളർ അങ്ങോട്ട് കൂടെ വലിച്ചിട്ട് ചെയ്യുന്ന പരിപാടികൾ പറയാം. ഓക്കെ. ഒരു ബിഗിനറിന് ഇപ്പം എഡിറ്റിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്തു തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരാൾ, അയാൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ പറയാം. ഡാവിഞ്ചി റിസോൾവ് ഉറപ്പായിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതിന്റെ ഫ്രീ വെർഷൻ ഉണ്ട്. ഫ്രീ വെർഷനിൽ പഠിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പെയ്ഡ് വെർഷനിലോട്ട് പോകാം. അത് ലൈഫ് 1 ടൈം പർച്ചേസാണ്. ഒരിക്കൽ മേടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ, കാരണം എല്ലാ അപ്ഡേറ്റ്സും കിട്ടും. ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ 4 വർഷമായി ഡാവിഞ്ചി റിസോൾവ്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം ഇതിനകത്ത് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഡാവിഞ്ചി റിസോൾവ്. പിന്നെ ഫോണിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് VN എഡിറ്റർ ഉണ്ട്, ക്യാപ് കട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ക്യാപ് കട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ VN ഞാൻ യൂസ് ചെയ്യുന്ന ഫോണിൽ അത്യാവശ്യം എഡിറ്റിങ്ങിന്. സോ ഒരു ബിഗിനറിന് അതായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കളറിംഗ് കൂടി വരുമ്പോൾ ഡാവിഞ്ചി ഉറപ്പായിട്ടും. അതുപോലെ എക്യുപ്മെന്റ്, പഠിച്ചു തുടങ്ങാൻ പറ്റിയ എക്യുപ്മെന്റ് ഒക്കെ ചോദിച്ചാൽ ഒരു ബിഗിനർ സ്റ്റേജിൽ ക്യാമറ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാമറയിലോട്ട് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 60K Canon R50V ആണെന്ന് തോന്നുന്നു ഒരു നല്ല ഓപ്ഷൻ. പിന്നെ 1 lakhനകത്ത് എടുക്കാൻ പറ്റുമെങ്കിൽ ZV-E10 Mark II യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 4-5 വർഷം അതിട്ട് ഓടിക്കാൻ പറ്റും. നല്ല റിസൾട്ട്, നല്ല ക്വാളിറ്റി, പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാം. ബിഗിനർ എന്നുള്ള രീതിയിലല്ലാതെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഗ്രേഡിംഗ് ഒക്കെ പഠിക്കാനും. അതെ. പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ കാനോണിലും C-Log ഉണ്ട്. R50V C-Log വരുന്നുണ്ട്. സോ ലോഗിൽ യൂസ് ചെയ്ത് പഠിക്കാം. പിന്നെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ZR എടുക്കുമ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുള്ള റെഡ്രോ ആവശ്യമില്ല, 6K ആവശ്യമില്ല. അപ്പൊ ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഇത്രയും കിട്ടുമല്ലേ. അപ്പം ഈ ബഡ്ജറ്റിൽ ഇത് കിട്ടുന്നതുകൊണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ H.265 ഷൂട്ട് ചെയ്ത് പഠിച്ചിട്ട്, അല്ലെങ്കിൽ H.264 1080p ഷൂട്ട് ചെയ്ത് പഠിച്ചിട്ട് പതുക്കെ ഓരോന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്താൽ മതി. റോയിൽ എടുക്കണമെങ്കിൽ റോയിൽ എടുക്കാം, റോയുടെ അഡ്വാൻറ്റേജസ് പഠിക്കാം. സോ എല്ലാം ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നിങ്ങൾ എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ലിമിറ്റ് ചെയ്യേണ്ട, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈ സ്പെക്കിലേക്ക് പോവുക. എന്നിട്ട് അതിനകത്ത് ലോയിൽ ഷൂട്ട് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ ഇത് ചെയ്താൽ മതി. പക്ഷെ ഇത് പ്രൊഫഷണലായിട്ട് എടുക്കാൻ ഉള്ള പ്ലാൻ ആയിരിക്കണം ഇത്രയും പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ. അല്ല പാഷനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോയി ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ഇത്രയും പൈസ ചെലവാക്കണ്ട. 1 ലക്ഷം രൂപയ്ക്കകത്ത് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. സാധാരണ എല്ലാവരുടെ മൊബൈൽ ഫോണിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പറയും മൊബൈൽ ഫോണ് എന്താ പറയുക, നിങ്ങൾ അതിനൊരു പ്രൊഫഷണൽ ഒരു ലെവലിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഫോൺ വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ സാധാരണ ഫോൺ മതി. അതുപോലെ തന്നെ ക്യാമറയുടെ. അതെ. കാരണം iPhone 17 Proയും 16 Proയും ഒക്കെ ഉണ്ടായിട്ടും അതിന്റെ ക്യാമറ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അതിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമില്ല 17 Pro തമ്മിൽ. ക്യാമറയുടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ അൾട്രയും പ്രോയും ഒക്കെ എടുത്താൽ മതി. അല്ലാത്തവർ സാധാ ഇത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പരമേഷിന്റെ വീഡിയോ കാണുമ്പോൾ എനിക്കും 24 Ultra എടുത്താലോ അല്ലെങ്കിൽ 17 Pro എടുത്താലോ എന്നൊക്കെ തോന്നിയേക്കാം പരമേഷ് വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ. അങ്ങനെ പരമേഷിന്റെ വീഡിയോ ക്വാളിറ്റി കണ്ടിട്ട് ആ ഫോൺ എടുക്കാൻ ആലോചിക്കുന്നവരോട് പറയാനുള്ളത് എന്താ? ഒരു ബിഗിനർ സ്റ്റേജിൽ ഇപ്പൊ എനിക്ക് കളർ ഗ്രേഡിങ്ങോ എഡിറ്റിങ്ങോ പരിപാടി ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ഇത്രയും നല്ല വീഡിയോ എടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുക്കാൻ പോവുകയാണെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? പ്രോ എടുക്കാൻ പോകുന്നതല്ല, സാധാരണ ഒരാൾ എടുക്കാൻ പോകുകയാണെങ്കിൽ ആദ്യം കയ്യിലുള്ള എക്യുപ്മെന്റ് ഏതാ, ഫോൺ ഏതാന്ന് വെച്ചാൽ അതിനകത്ത് എടുത്ത് നോക്കി നമുക്ക് ആ ഫോണിൽ എടുക്കാൻ പറ്റുന്നതൊക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇമേജ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൂടും, സ്റ്റെബിലൈസേഷനും കൂടും, അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഗിയർ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കയ്യിലുള്ളത് വെച്ച് മാക്സിമം നമ്മൾ എടുക്കാൻ പഠിക്കുക. അത് സെറ്റാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. ക്യാമറയ്ക്ക് വേണ്ടിയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ. അല്ലാതെ വേറെ ഫീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. ഇപ്പോൾ 24 Ultra ആണെങ്കിലും പുറത്തൊക്കെ വെച്ച് ഷൂട്ട് ചെയ്താൽ ഭയങ്കര ചൂടാവും. എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്. പരമേശ്വരൻ, ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? എന്താണ് അടുത്ത സ്റ്റേജ്? ഒരു ട്രാവൽ ഡോക്യുമെന്ററി പരിപാടികൾ മാത്രമായിട്ടാണോ അതോ സിനിമകളാണോ? എന്താണ് ഫ്യൂച്ചർ? ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ താങ്കളെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പറയുന്ന പോലത്തെ ചോദ്യം ചോദിച്ചാൽ
അങ്ങനെ ഇല്ല. പക്ഷെ ഇങ്ങനൊരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സാധനങ്ങളാണ്. ഞാൻ സ്വന്തമായിട്ടൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സ്വന്തമായിട്ട് മറ്റേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആക്ഷൻ ക്യാമറയിൽ എനിക്ക് മറ്റേ Insta360 Pro എടുത്ത സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പേഴ്സണൽ വ്ളോഗ് പോലെ ചെയ്തു വെക്കും എന്തെങ്കിലും. ഇന്നലെ രാത്രി ഞാൻ ചെയ്തു വെച്ചായിരുന്നു ഇങ്ങനെ നാളെ ഫുഡി വ്ളോഗ്സിന്റെ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇതിങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ജേണി എനിക്ക് ഞാൻ കാറിലൊക്കെ പോകുമ്പോൾ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ പറയാറുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ. അപ്പം ഞാൻ ഓർക്കാം എന്നാ പറ്റി റെക്കോർഡ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ ഫോൺ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് ഒക്കെ. പക്ഷെ 5 years കഴിഞ്ഞിട്ട് എന്താണെങ്കിലും അങ്ങനെ ഇതൊന്നും ഇല്ല. പക്ഷെ നല്ല ഡോക്യുമെന്ററീസ് എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഡോക്യുമെന്ററി ഫിലിം മേക്കിങ്ങിനൊരു സെറ്റപ്പ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലത്തെ കുറച്ച് അഡ്വഞ്ചറസ് ഡോക്യുമെന്ററീസ് ട്രൈ ചെയ്യണമെന്ന്. ഈ ഇന്റർവ്യൂ സ്വയം അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ചോദ്യം എന്താ? ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വലിയ ഓഡിയൻസ് ഒക്കെ പറഞ്ഞാൽ ഒരു കടൽ പോലൊരു ഓഡിയൻസ്, അതിൻ്റെ നടുക്കൊരു സ്റ്റേജിൽ ഞാൻ മൈക്ക് പിടിച്ച് നിൽക്കുന്നു, ഞാൻ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നമുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ചെന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? അങ്ങനെ എന്നാൽ ഇന്റർവ്യൂവിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്വന്തം ജേണി പറയുന്ന ഒരു സംഭവമുള്ളൂ, വേറെ ഇപ്പം ഇതിൽ നമുക്ക് അങ്ങനെ വലിയ പ്രോഫിറ്റ് പരിപാടി ഒന്നും നോക്കിയിട്ടല്ല. ഇപ്പൊ ജെല്ലിക്കറ്റിന്റെ വീഡിയോ ഇത്രയും വ്യൂ വരുമ്പോഴും അതിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ റവന്യൂ പരിപാടി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ അതിന്റെ യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കല് എനിക്ക് എന്റെ ടൈപ്പ് വീഡിയോസിന് ഭയങ്കര പാടാണ്. കാരണം കഴിഞ്ഞ വർഷം മൊത്തം ഞാൻ ഏതാണ്ട് സ്പെൻഡ് ചെയ്തായിരുന്നു, ഒരു 8 മാസത്തോളം സ്പെൻഡ് ചെയ്തു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ എത്ര പറ്റുമോ നോക്കാൻ വേണ്ടി. പക്ഷെ അതിങ്ങനെ 2 മാസം കൂടുമ്പോൾ 10,000 രൂപ വെച്ച് കിട്ടും. അത് വെച്ചിട്ട് ഒന്നും ആവത്തില്ലല്ലോ, അവിടെ EMI പോലും അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രീലാൻസ് ഷൂട്ടും കാര്യങ്ങളും എഡിറ്റും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് ജെല്ലിക്കെട്ട് ഷൂട്ട് പ്ലാൻ ചെയ്തത്. പിന്നെ ജെല്ലിക്കെട്ട് നിക്കോൺ സ്പോൺസർ ചെയ്തായിരുന്നു, ട്രിപ്പിന്റെ എക്സ്പെൻസ് എല്ലാം നിക്കോൺ കവർ ചെയ്തായിരുന്നു. അത് ഞാൻ ബാബാസിൽ പിച്ച് ചെയ്ത് ഇങ്ങനെ ജെല്ലിക്കെട്ടിന്റെ ഒരു ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ അതിനകത്തും ഈ ക്രിയേറ്റീവ് ഫ്രീഡം വിട്ടിട്ടുള്ള സ്പോൺസർഷിപ്പിനോട് താല്പര്യമില്ല. കാരണം അത് എനിക്ക് എൻ്റെ ഒരു ഫൈനൽ ഔട്ട് വേണം അതിനകത്ത്. പിന്നെ അതിനകത്ത് അവർ ആരെങ്കിലും കറക്ഷൻ പറഞ്ഞ് അത് എഡിറ്റ് ചെയ്ത് ടോട്ടലി ലാസ്റ്റ് വേറൊരു സാധനമായി പോയാൽ എനിക്ക് ആ മൊത്തം ഹൈ പോവും. അപ്പോൾ അത് ഞാൻ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചൊരു ഇതാ കൊടുത്തത്. എനിക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനം. കാരണം ഈ ക്യാമറ അല്ലാതെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം വീഡിയോയിൽ അത് പറയുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. സോ അങ്ങനെയായിരുന്നു ജെല്ലിക്കെട്ട്. പിന്നെ ജെല്ലിക്കെട്ടിന് ആ വീഡിയോ കണ്ടിട്ട് ഒരു ഞാനതുകൊണ്ടല്ലേ വെയിറ്റ് ചെയ്ത് ലവന്റെ ഇതിലോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് വരാതെ കുടിക്കും. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് നമ്മുടെ ശാലിൻ ചേച്ചിയുടെയാണ്. ശാലിൻ ചേച്ചിയുടെ ഐ ഫ്രൂട്ട് എന്ന് പറയുന്ന കഫേയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷൗട്ട് ഔട്ട് ടു ശാലിൻ ചേച്ചി, ഐ ഫ്രൂട്ട്. യെസ്. അപ്പൊ ജെല്ലിക്കെട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കോയമ്പത്തൂരിൽ നിന്നൊരു ടീം എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ഫുട്ടേജ് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. സോ അതങ്ങനെ എഗ്രിമെന്റ് ഒക്കെ വെച്ച് അതിൽ പേയ്മെന്റിന് കൊടുക്കാനൊക്കെ പറ്റിയായിരുന്നു. ഒരു 1 year അവർക്ക് യൂസേജ് റൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട്. ഓക്കെ. ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ ആയിരുന്നു. വാടി തമിഴ് സിനിമ. വാടിവാസല്ല, വാടിയെന്നോ വടം ജെല്ലിക്കെട്ട് ബേസ്ഡ് ഒരു സിനിമയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെറ്റ് എന്തോ ചെയ്യാനായിട്ട് അവർക്ക് റീല് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ക്ലിപ്പ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കൊടുത്തായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി. ഓക്കെ. പിന്നെ ഞാൻ ഇപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി, QR കോഡ് കമന്റിൽ പിൻ ചെയ്തൊക്കെ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നല്ല അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴോ സ്ട്രൈക്ക് ആയത്. ഇടയ്ക്ക് പുറത്തുള്ള യൂട്യൂബേഴ്സിന്റെ ബൈ മീ എ കോഫി എന്ന് പറഞ്ഞൊരു പരിപാടി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ ഇവിടെ അങ്ങനെ നമുക്ക് പറ്റത്തില്ല, അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു QR കോഡ് ഞാൻ ഡ്രൈവ് ലിങ്ക് ആക്കി താഴെ വെച്ചിട്ടുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഈ വീഡിയോ ക്ലിപ്സും ഫോട്ടോസും ഒക്കെ സെല് ചെയ്യാനുള്ള കുറെ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം, ലോഗിലുള്ള അല്ലാതെയുള്ള ക്ലിപ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ റവന്യൂ സൈഡ് എപ്പോഴും നോക്കിയിട്ടുണ്ടോ? അതിൽ നോക്കിയിട്ടില്ല. ഇല്ല. ഇതുപോലെ ആരെങ്കിലും വന്ന് ചോദിച്ച് ഇതാ ഇപ്പൊ ആദ്യമായിട്ട് വന്ന ഫുട്ടേജ് അങ്ങനെ സെല്ല് ചെയ്തത് ലൈഫിൽ ആദ്യമായിട്ടാണ്. ഓക്കെ. ഈ സ്പോൺസർഷിപ്പിന്റെ ഇത് പറഞ്ഞല്ലോ, എന്നുവെച്ചാൽ ഞാനും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് ഒരു കട്ട അവിടെ വെക്കുമ്പോൾ ഇവിടെ മറ്റേ സാധനം വെച്ച് അടിപൊളിയായിരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഭ്രാന്താവും. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് പരിപാടികൾ അങ്ങനെ വന്നിട്ടുണ്ടോ? ഒരു ഡ്യൂറാസെലിന്റെ ഒരു പവർ ബാങ്ക് എന്റെ ഒരു ഇത് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഞങ്ങൾ ഭ്രാന്തെടുത്തായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇത് വേണ്ടായിരുന്നത് തോന്നിപ്പോയി. ചെറിയ പൈസക്കൊക്കെ വരുന്നത്.
അതിനകത്ത് എൻ്റെ ഒരു 5-6 കറക്ഷൻ ഇങ്ങനെ ഓരോ തവണ കൊടുക്കുമ്പോഴും അത് മറ്റേത് വേണം ഇത് വേണം അങ്ങനെ പറയുന്നത് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് പരിപാടിയാണ്. ഓക്കെ, ക്രിയേറ്റീവ് ഫ്രീഡം വേണം, അത് വിട്ടിട്ടുള്ള പരിപാടി പറ്റൂല. ഫ്രീഡം വേണം. ഫ്രീഡം വേണ്ടാണ്, കാരണം ഇത് പാഷനാണ് മെയിൻ. അതിനകത്തുനിന്ന് പൈസ കിട്ടാൻ നോക്കുകയാണല്ലോ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ എഡിറ്റിംഗ് എനിക്ക് ഇടയ്ക്ക് കുറേ നാൾ എനിക്ക് ഭയങ്കര വെറുപ്പായിട്ടൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. കാരണം പലയിടത്തും പോയി പലരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനുള്ളൊരു ഔട്ടല്ലേ, ഡയറക്ടറുടെ ഇഷ്ടത്തിലുള്ള ഔട്ടാണ് എടുക്കേണ്ടത് ഓഫ് കോഴ്സ്. പക്ഷേ അതിങ്ങനെ ഒരുപാട് കറക്ഷൻ വന്ന് ലാസ്റ്റ് എഡിറ്റിംഗ് ഞാൻ വെറുത്തുപോയി. എഡിറ്റിംഗ് വേറെ വർക്ക് എടുക്കാൻ പറഞ്ഞ പോലെ അതെ അതെ. അപ്പോൾ അത് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പക്ഷെ പിന്നെ കുഴപ്പമില്ല, ഇപ്പം അത് എൻജോയ് ചെയ്ത് ഓക്കെയാണ്. കറക്ഷൻ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ പേഴ്സണലായിട്ട് ചെയ്യുന്ന പ്രൊജക്ട്സ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും, അതിനകത്ത് ഒരുപാട് പുറത്തുനിന്നുള്ളവരെ കൈ കടത്താതിരിക്കാൻ. ഓക്കെ, അതുപോലെ പരമേഷിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മലയാളത്തിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സൗണ്ട്. എല്ലാവരും ഒരു വയർലെസ് ഒരു സാധനം വാങ്ങിക്കുന്നു, ഫിറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു. ആക്ച്വലി അത് മതി നമുക്ക് നാട്ടുകാർക്ക് ഡെലിവറി ചെയ്യാൻ. പക്ഷെ കൊടുക്കുന്ന സാധനത്തിൽ എനിക്ക് സൗണ്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പുറത്തുകൂടി പോകുന്ന സൈക്കിളിൻ്റെ സൗണ്ട് വരെ എന്നെ അലോസരപ്പെടുത്തും. എനിക്ക് ഭയങ്കര ക്ലീൻ വോയിസ് എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്ക് വഴിയില്ല, അതുപോലെ എല്ലാ ക്രിയേറ്റേഴ്സിനും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പരമേഷ് പ്രോപ്പർ മൈക്കും സംഭവങ്ങളൊക്കെ വെച്ച് അത് പ്രോസസ്സ് ചെയ്ത് ഒരു ക്ലീൻ ഓഡിയോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഓഡിയോയുടെ ഇമ്പോർട്ടൻസ് അതെങ്ങനെയാണ്, എന്താ അതിൻ്റെ ഒരു? അല്ലാതെ വോയിസ് ഓവർ ചെയ്യുമ്പം എനിക്ക് എന്തായാലും ആ ക്വാളിറ്റി മാക്സിമത്തിൽ തന്നെ വേണം, അത് ഉറപ്പായിട്ടും വേണമെന്നുണ്ട്. പണ്ട് സ്റ്റുഡിയോയിൽ പോയായിരുന്നു ഷോർട്ട് ഫിലിംസിന് ഡബ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് കേൾക്കുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്ന മൈക്കുകൾ ഞാൻ തപ്പിയായിരുന്നു. അതൊക്കെ ഈ ഇടയ്ക്കാണ് നോക്കി, ഒരു 2-3 വർഷത്തിനകത്താണ്. അപ്പോൾ ആ സമയത്തായിരുന്നു റോഡ് പോർട്ട് മൈക്ക് USB പോയി അതിൽ ഞാൻ അത് യൂസ് ചെയ്യുന്ന ആകെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ബാക്കി എല്ലാവരും മറ്റേ പഴയ പോർട്ട് മൈക്ക് വെച്ച് കണ്ടിട്ടുണ്ട്, USB ആരും കണ്ടിട്ടില്ല. ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാനത് അവിടെ എറണാകുളത്ത് ഒരു കടയിൽ എനിക്ക് അതിന്റെ കൂടെ വന്ന USB കേബിൾ വർക്ക് ആവുന്നില്ല. അപ്പൊ അത് ഷോപ്പിൽ ചെന്നിട്ട് ഇത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചപ്പോൾ അവർ ഈ മൈക്ക് ഇറങ്ങിയത് അറിഞ്ഞിട്ടില്ല. അതിൽ സെനൈസറിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്ന മൈക്ക് പുറത്ത് ലോഞ്ച് ചെയ്ത അതേ സമയം ഞാൻ ഇവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഓൺലൈനിൽ ആമസോണിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഷോപ്പുകാർ ഇത് അറിഞ്ഞിട്ടില്ല, അവർ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ബാക്കി ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന മറ്റ് ക്രിയേറ്റേഴ്സിനെ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ പരമേഷിന്റെ സൗണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ വോയിസ് ക്വാളിറ്റി തന്നെ മെയിൻ, അത് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ പോർട്ട് മൈക്കിൽ കേൾക്കുമ്പോഴേ നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അത് ഭയങ്കര നമ്മുടെ ബേസ് ഭയങ്കരമായിട്ട് എടുക്കുന്നൊരു സംഭവം. വോയിസ് ഓവറും ചെയ്യാൻ ഞാൻ ഇങ്ങനെ അത് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെല്ലാം മിമിക്രി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ അവരുടെയൊക്കെ സൗണ്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അല്ലാതെ മറ്റേ കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ആ ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ. കേട്ടോ, കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീ ദി ഐറണി ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതിപ്പോ പറഞ്ഞപ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ആ സാധനമുണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ആ വോയിസ് മോഡുലേഷനും അതെല്ലാം ഇങ്ങനെ സിനിമയിലെ ഡയലോഗുകൾ, മറ്റേ ഉന്നോട് നാനിടുന്ന ഒരു മണിത്തുളിയും മരണപ്പെടുക്കയിൽ, അതൊക്കെ അരവിന്ദ് സ്വാമിയുടെ ഒക്കെ സൗണ്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കില്ല, അത് കിട്ടില്ല. അത്ര മോഡുലേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ദുൽഖർ സൽമാന്റെ ആയാലും ഞാൻ ഒരുപാട് നോക്കുമായിരുന്നു, അങ്ങനെ മറ്റേ അഗ്നി കൊഞ്ചോണ്ടിരിക്കണ്ടേ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് സോളോയില്. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു ഇതാ എന്റെ സൗണ്ട്. വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബേസ് ഇട്ടിട്ട് ആ രീതിയിൽ സംസാരിക്കാൻ നോക്കും. എനിക്ക് ആ ബേസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛന് ഭയങ്കര ബേസ് വോയിസാ, അപ്പം അതിൽ നിന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്തെടുക്കലാണ്. അപ്പം വിഷ്വലും ഓഡിയോയും ഒക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ ആരെങ്കിലൊക്കെ മെസ്സേജ് വർക്ക് കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് അപ്രിസിയേഷൻ വരിക എന്ന് പറയുന്ന അതാരാ? ഹരീഷേട്ടൻ കമന്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഹരീഷേട്ടൻ ഫസ്റ്റ് കമന്റ് ചെയ്ത ആ കോഴിക്കോട് വീഡിയോയില. അപ്പോൾ അന്ന് ഞാൻ ഹരീഷേട്ടൻ പണ്ട് എൻ്റെ ഒരു 3-6 വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, 12 മിനിറ്റിന്റെ ഒരു ട്രാവൽ വീഡിയോ. അന്ന് ഹരീഷേട്ടൻ പറഞ്ഞായിരുന്നു നൈസായിട്ടുണ്ട്, ഞാൻ സാർ വീഡിയോ ഒന്ന് കാണണം സമയം കിട്ടുമെന്ന് കൊണ്ട്. അപ്പോൾ പിന്നെ ഹരീഷേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇവന്റിനൊക്കെ പോയപ്പം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രോത്ത് ജെല്ലിക്കെട്ട് കമന്റ് ചെയ്തപ്പോഴും ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ദൈവമേ, ഞാൻ വീഡിയോ റാൻഡം ആയിട്ട് കണ്ടേ. അപ്പോഴാ ക്യാമറയുടെ കാര്യമാണ്, പരമേഷ് എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള. അതുപോലെ റൂട്ട് സിനിമാസ് ഒരു ദിവസം രാത്രി ഇതുപോലെ ജെല്ലിക്കെട്ടിന്റെ വീഡിയോ കാണണമെന്ന് പറഞ്ഞാൽ അതും എനിക്ക് അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ ഭയങ്കര പാടായിരുന്നു, ഭയങ്കര ഹൈ ആയിപ്പോയി.
സോ പിന്നെ ഗോകുൽദാസ് ഒരിക്കൽ വിളിച്ചിട്ടുണ്ട്. ഗോകുൽദാസ്, ആഷിഖ് അസീം ഇവരൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന ആൾക്കാരാണ്. കാരണം ഗോകുൽദാസ് ഫെസ്റ്റിവൽ ഇഷ്ടം പോലെ പോയി ഷൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെ ഞാൻ തെയ്യം കാണാൻ പോകണമെന്നൊക്കെ ഉള്ള ആഗ്രഹം ഞങ്ങൾക്ക് ആ ടീമിന് മൊത്തം വരുന്നത് പുള്ളിയുടെ ഫോട്ടോസും ഒക്കെ കണ്ടിട്ടാണ്. സോ ഗോകുൽദാസ് ഒരിക്കൽ വിളിച്ചപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അടിപൊളി. അപ്പൊ ഇനിയും വലിയ വലിയ വിളികളൊക്കെ വരട്ടെ, വലിയ വലിയ ആഘോഷങ്ങളൊക്കെ സംഭവിക്കട്ടെ. ഇനിയും മറ്റേ സ്വന്തമായിട്ട് ഇന്റർവ്യൂ പ്രാക്ടീസ് ചെയ്യുന്നത് നിർത്തണ്ട. ഒരുപാട് വിശേഷങ്ങൾ ഇനിയും നമ്മൾ അടുത്ത പ്രാവശ്യം ഇരിക്കുമ്പോൾ വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ, കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവട്ടെ എന്നുള്ള ആശംസകൾ നേരാണ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ. പരമേശ്വരൻ്റെ വീഡിയോസ് നോക്കും, എന്താണ് ഇയാൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോഴും ഈ ഫോണിൽ ഞാൻ ഇതേ ഫോൺ കൊണ്ടു നടക്കാണല്ലോ. നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഗ്രേഡഡ് ഫോൺ കൊണ്ടു നടക്കുന്നത് എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ആദ്യം. പിന്നെ ഇയാൾ ചെയ്യുന്നത് എന്താണ്, ഫ്രെയിമിങ് എന്താണ്, അങ്ങനെയൊക്കെ കുറേ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ഇനിയും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു, ഒരുപാട് ക്യാമറ റിലേറ്റഡ്, ഓഡിയോ, അതുപോലെ ഓഡിയോയിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ആസ് എ യൂട്യൂബർ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡോക്യുമെൻ്ററി, എന്താ പറയുക, നമ്മൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഡോക്യുമെൻ്ററീസ് ഉണ്ടാവട്ടെ, നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.